ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടോ, ഈ ഒരു പിക്ചർ, ഇതിൽ ഹാൻഡ് ഷേക്ക് കൊടുത്തിരിക്കുകയാണ്. എനിവേ ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യൻ ഫ്ലാഗ് പാലസ്തീനിൽ പറക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? അതിനകത്ത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, ഇന്ത്യൻ ഫ്ലാഗ് പാലസ്തീനിൽ പറക്കണം എന്നുള്ളതിന്റെ ഒരു അർത്ഥം, ഇന്ത്യ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ സഹായം, ഇന്ത്യയുടെ ഒരു ഹെൽപ്പ്, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ എയ്ഡ്, ഇന്ത്യയുടെ മെഡിക്കൽ സപ്പോർട്ട്, ഇന്ത്യയുടെ പല രംഗത്തുമുള്ള സപ്പോർട്ട് പാലസ്തീന് ആവശ്യമുണ്ടെന്നാണ് പാലസ്തീനിയൻ റെപ്രസെന്റേറ്റീവ് ആണ് ആ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നിൽക്കുന്ന ലീഡറിനെ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഞാൻ പൊളിറ്റിക്കലി ഞാൻ ആരെയും അങ്ങനെ വിമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങോട്ട് വന്ന് സഹായം ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് അവർ നിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നിരുന്നാലും ഇത് എന്തെങ്കിലും സഹായം ചെയ്യണം എന്നുണ്ടെങ്കിൽ പാലസ്തീനിന് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് ഇതിനകത്ത് ആര് ഹാൻഡ് ഷേക്ക് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഇവിടെ ഇല്ല. ആ ഫോട്ടോ അവിടെ കിടക്കുന്ന അത്രേ ഉള്ളൂ. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സഹായം നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്? 50,000-60,000 ആൾക്കാരെയൊക്കെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് യുദ്ധം നടത്തുന്ന ഈ ഹമാസ് പോലത്തെ തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ വളക്കൂറുള്ള മണ്ണായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഈ ഒരു ഗാസയ്ക്ക് നമ്മൾ എന്തിനാണ് കൊണ്ട് ഇമാതിരിയുള്ള സഹായം ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നാമത്, ഇത് എത്ര തവണ ബിൽഡ് ചെയ്താലും ഇസ്രായേൽ വീണ്ടും ഇത് അടിച്ച് പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആവശ്യത്തിനുള്ള സഹായം UN മാർഗം നമ്മൾ ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ ഇതിനകത്ത് ഒരു നമ്മളുടെ ഫ്ലാഗ് അവിടെ പോയി പറപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള സഹായം ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നമ്മളുടെ ഏറ്റവും വലിയൊരു ഡിഫൻസ് പാർട്ട്ണറാണ്. നമ്മളെ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് തീവ്രവാദികൾ ഉപദ്രവിക്കുമ്പോഴും ഏത് രീതിയിലുള്ള ഒരു ഉപദ്രവം വന്നു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണറാണ് ഇസ്രായേൽ. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ന് ഗാസയ്ക്കുള്ളിൽ അല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് പോയി പണിയെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഇപ്പൊ പണിയെടുക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇത് ഈ പണിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, മാനവികതയുടെ ഭാഗമായിട്ട് തന്നെ പറയട്ടെ, ഈ ഒരു സഹായം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ തന്നെ ഈ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന കുറെ എണ്ണങ്ങൾ ഇപ്പം കുപ്പി തുറന്ന ഭൂതം പോലെ ഇപ്പൊ പോകും സഹായത്തിന് വേണ്ടിയിട്ട്. ഈ ഞായറാഴ്ച തൊട്ട് നിങ്ങൾ നോക്കിക്കോ, എത്ര രാജ്യങ്ങൾ അവിടെ കിടന്ന് ഈ സഹായത്തിന് വേണ്ടിയിട്ട് ഇത്ര പൈസകൾ മില്യൺ കണക്കിലും ബില്യൺ കണക്കിലും അവിടെ കൊണ്ട് വാരി തട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, കാത്തിരിക്കുകയാണെന്നേ. ഈ തീവ്രവാദികളെ അതായത് ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവർക്കും കൂടെ ആ ഒരു പുണ്യം കുറച്ച് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട് ആൾക്കാർ. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി അതാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി അത്രമാത്രം റിച്വൽ പ്രവൃത്തിയാണ്. ആ ഒരു റിലീജിയസ് ബേസിക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സഹായങ്ങൾ അവിടെ പോകുന്നത്. ബില്യൺ കണക്കിൽ ഗാസയ്ക്ക് ഖത്താറിൽ പോകേണ്ട കാര്യം എന്താണ്? വേറെ ഒരു കാര്യമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇന്ത്യയുടെ സഹായത്തിന് യാതൊരു ആവശ്യമില്ല. ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശിന് നിങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. എന്തെല്ലാം സഹായം, ഒരു പ്രതിഫലവും നമ്മൾ വിചാരിക്കാതെ സഹായം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശിനെ സംരക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് തന്നെ യുവമാരെ അടിമകളാക്കി ചെരുപ്പ് കഴുകി വെക്കുന്ന ആ ഒരു നിലയിൽ യുവമാരെ എത്തിച്ചേനെ ഈ ഒരു ബംഗ്ലാദേശികളെ. പാകിസ്ഥാൻ ശരിക്കും 70 കാലഘട്ടങ്ങളിൽ യുവമാരെ അടിമകളായിട്ട് തന്നെ വെച്ചിരുന്നത്. ആ ഒരു അടിമത്വം പേറിയിട്ടാണ് യുവമാര് ഞങ്ങൾക്ക് എങ്ങനെയും ഒന്ന് സെപ്പറേറ്റ് ആയാൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് യുവമാര് സെപ്പറേറ്റ് ആയത്. ആ ഒരു യുദ്ധം ഉണ്ടായത് തന്നെ അങ്ങനെയാണ്. ആ രീതിയിലുള്ള ഒരു നാണംകെട്ട ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മൾ ഇന്ന് റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇത്രയും സഹായം ചെയ്ത് ഇന്ത്യയുടെ കക്ഷത്തിന്റെ അടി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ബംഗ്ലാദേശികൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യമുള്ളത്. ഇതൊക്കെ കുറച്ച് മുകളിലങ്ങ് നീങ്ങി ചൈനയുടെ ബോർഡറിലങ്ങ് ടിബറ്റിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ചൈന അങ്ങ് റാഞ്ചി എടുത്തോണ്ട് പോയേനെ. ആ രീതിയിലാണ് ഇതാ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ചൈനയുമായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവില് സഹായവും അതിനകത്ത് ഒപ്പിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലാണ്. എന്തെല്ലാം ചെയ്യുന്നവന്മാര് പാകിസ്ഥാന്റെ ആർമിയുമായിട്ട് സഹകരിക്കുന്നു, ഇന്ത്യയുമായിട്ട് ബോർഡർ ഇഷ്യൂ ഉണ്ടാക്കുന്നത്, നമ്മളുടെ എൻവോയ്സ് അതായത് നമ്മളെ ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചു വരുത്തി ചോദ്യം ചോദിക്കുന്നു. എന്തെല്ലാം നാടകമാണ് ഇവർ നടത്തുന്നത് നോക്ക്. അപ്പൊ ഈ ഗവൺമെന്റിനെയാണ് നമ്മൾ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തിയതുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ വിഷജന്തുക്കളാണ് ഈ ബംഗ്ലാദേശികൾ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതേ ഈ ശ്രീലങ്കക്കാർക്ക് നമ്മൾ എന്തെല്ലാം സഹായം ചെയ്തിട്ടുണ്ട്. അവര് കടം കയറി ഈ ഒരു രജപക്സെ എന്ന് പറഞ്ഞ ഒരു ഫാമിലി മൊത്തത്തിൽ ശ്രീലങ്കയെ കട്ടുമുടിച്ച് തീർത്ത് കുളം തോണ്ടിയിട്ട് പോയ സമയത്ത് നമ്മൾ ഇന്ത്യ പോയിട്ടാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് നോക്കിക്കോ, ഇന്നിപ്പോ ചൈനയുടെ അവിടെ 3.5 ബില്യന്റെ അവിടെ ഒരു കരാറ്, അതായത് ഒരു റിഫൈനറി ബിൽഡ് ചെയ്യാൻ പോകുന്നു ചൈന ഏതെങ്കിലും ഒരു കാലത്ത് ബിൽഡ് ചെയ്തെങ്കിൽ അവരുടെയും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ലാതെ ബിൽഡ് ചെയ്ത ചരിത്രം എന്റെ അറിവിലില്ല. ഇന്ത്യ ചെയ്തു കൊടുക്കുന്നെങ്കിൽ അത് ഫുൾ ആൻഡ് ഫുൾ ശ്രീലങ്കയുടെ ഒരു കപ്പാസിറ്റിയിൽ അവർക്ക് തന്നെ ഫുൾ ആൻഡ് ഫൈനൽ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രീഡത്തോടു കൂടിയായിരിക്കും ഇന്ത്യ അവിടെ എന്തെങ്കിലും എയ്ഡ് കൊടുക്കുന്നെങ്കിൽ ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യ അതിനകത്ത് പോയിട്ട് ഞങ്ങൾക്ക് കൂടെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്ന ഒരു ഏർപ്പാടില്ല. അപ്പൊ അത് ഇപ്പൊ ഇന്ന് ഏതാണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ഒരു ഏർപ്പാടായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ശ്രീലങ്കൻ പ്രസിഡന്റ് ദസനായകെ, അയാൾ പുള്ളി അവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നേപ്പാൾ ആയിക്കോട്ടെ, അവനൊക്കെ ഭൂപടം വരെ മാറ്റി വരച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് നേപ്പാൾ. അപ്പൊ ഇമാതിരിയുള്ള വിഷവിത്തുക്കളെയാണ് ഇന്ത്യ സൈഡിൽ കിടത്തി ഇങ്ങനെ പാല് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ പാടില്ല.
എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ചെയ്യുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ യുവമാർക്കൊക്കെ ചെയ്യുന്നെങ്കിൽ ഇനി നമ്മുടെ ഫോറിൻ പോളിസിയിൽ ചെറിയ മാറ്റം വരുത്തണം. നമുക്ക് എന്തെങ്കിലും ഗുണം വേണം. നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം യുവമാരെ വളച്ച് ഏതെങ്കിലും രീതിയിൽ യുവമാരെ ട്രാപ്പിലാക്കിക്കൊണ്ട് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ രീതിയിലെ ഇന്ത്യൻ ഗവൺമെന്റ് ഇനി ആ ഒരു ഡിപ്ലോമസി മാറ്റി ചിന്തിക്കാവും. യുവമാരൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. യുവമാർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ യുവമാർക്ക് ഇന്ത്യയെ തൊടാനുള്ള ഒരു ശക്തിയോ അല്ലെങ്കിൽ ഇന്ത്യയെ തോണ്ടാനുള്ള ഒരു കെൽപ്പും യുവമാർക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്ത്യൻ ഗവൺമെന്റ് ഇനി ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ. അപ്പൊ ഇനിയിപ്പോ ഇത് ഗാസയ്ക്കെന്നല്ല, ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കേണ്ട പൈസ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് യുണൈറ്റഡ് നേഷൻസ് ത്രൂ കൊടുക്കണോ കൊടുത്തോ, അവരെന്താ വെച്ചാൽ അത് ചെയ്തോട്ട്. നമ്മളായിട്ട് പോയിട്ട് നമ്മളുടെ കൊടി ഇപ്പൊ അവിടെ പരത്തേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചു വരുത്തി ബംഗ്ലാദേശ് ചോദ്യം ചെയ്തു. അപ്പൊ അതോടുകൂടി നമ്മളുടെ ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചു വിളിച്ചായിരുന്നു. അപ്പൊ ഇതുവരെ പുതിയ ഡിപ്ലോമാറ്റ്സിനെ നമ്മൾ പുതിയ അംബാസിഡറെ നമ്മൾ അങ്ങോട്ട് നിയമിച്ചിട്ടില്ല ബംഗ്ലാദേശിലോട്ട്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ അവര് നിങ്ങൾ പുതിയ അംബാസിഡറെ വിടുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അഥവാ ഇനി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അംബാസിഡറെ അവർ തിരിച്ചു വിളിക്കണമല്ലോ. ആ രീതിയിലാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അംബാസിഡർ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ എൻവോയ്സിനെ തിരിച്ചു വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റിൽ തന്നെ ബംഗ്ലാദേശ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യ ഇപ്പൊ ക്ലിയർ ആയിട്ട് ഒരു ഡിസിഷനും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യുവമാർക്ക് നമ്മൾ ഫെൻസിങ് ഇടുന്നതിലാണ് യുവമാർക്ക് ഏറ്റവും കൂടുതൽ ചൊറിച്ചൽ. നമ്മളുടെ സ്ഥലത്ത് നമ്മൾ പിന്നെ ഗേറ്റ് ഇട്ട് അടയ്ക്കണ്ടേ? ഏതാണ്ട് 2 കോടിയോളം ബംഗ്ലാദേശികളാണ് ഇന്ത്യക്കുള്ളിലുള്ളത്. യുവമാരെ നമ്മൾ എത്ര കാലം ഇങ്ങനെ പോറ്റണം? ഇത് ഗേറ്റ് ഇട്ട് അടച്ച് പൂട്ടണം. അതിനുവേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഫെൻസിങ് ഇടുന്നതിൽ യുവമാർക്ക് എന്താണ് ഇത്ര ചൊറിച്ചൽ? അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇത് മാത്രമാണ് യുവമാരുടെ പ്രശ്നം. ഇത് ആരാണ് ഉണ്ടാക്കിയത്? യുവമാർ തന്നെയല്ലേ സൃഷ്ടിച്ചത്? യുവമാർ തന്നെയല്ലേ ഈ ഒരു ഭരണം അട്ടിമറിച്ച് ഇങ്ങനത്തെ വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വന്നത്? അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇത് ചെയ്യുന്ന പ്രവൃത്തി വളരെ കറക്റ്റ് ആണ്. ഇങ്ങനെ തന്നെയാണ് നടപടികൾ എടുക്കേണ്ടത്. എത്രയും വേഗം ഫെൻസിങ് ഇട്ട് പൂട്ടി യുവമാരെ പുറത്താക്കുക എന്നുള്ളതാണ്. അടുത്തൊരുത്തിന് പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? കാനഡയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 50,000 സ്റ്റുഡൻസ് നോ ഷോ ആണ്. അതായത് കാനഡയിൽ നിന്ന് സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അതായത് ഈ കാനഡ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ഫോറിൻ സ്റ്റുഡൻസിനെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റവന്യൂ അതിൽ നിന്നാണ് വരുന്നത്. ആ രീതിയിലുള്ള ഒരു രാജ്യം, ഒരു ഈക്വലന്റ് ആയിട്ട് പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് മാത്രമാണെന്ന് ഫോക്കസ് ചെയ്യരുത്. ഇനിയിപ്പോ ഡേറ്റ ഒക്കെ എടുത്തുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ വരും, ഇത് ഇങ്ങനെയായിരുന്നു അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ കൺട്രിയുടെ ആ രാജ്യത്തിന്റെ റവന്യൂവില് നല്ലൊരു ശതമാനം പോകുന്നത് ഈ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു റവന്യൂ ആണ്. കാരണം അത്രമാത്രം എക്സ്പെൻസീവ് ആണ്. ആ പൈസകൾ മുടക്കി ഇന്ത്യയിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അതേപോലെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ഇതേപോലെ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ട് കാനഡയിൽ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 50,000 സ്റ്റുഡന്റ് ഈ കഴിഞ്ഞ 2024 നോ ഷോ ആണ്. കാരണം വേറെ ആരുമില്ല, ട്രൂഡോ തന്നെയാണ് കാരണം, വേറെ ഒന്നുമില്ല. അപ്പൊ ഈ 50,000 പേരിൽ 20,000 സ്റ്റുഡൻസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. 20,000 സ്റ്റുഡൻസ് ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 50,000 പേര് കാനഡയിൽ പോവാത്തതിൽ 20,000 പേര് ഇന്ത്യക്കാരാണ്. അപ്പൊ ഇത് വരുത്തി വെച്ചിരിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു പോപ്പുലേഷൻ, ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത്, അപ്പൊ അത് കുറച്ചെങ്കിലും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവർക്കും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇങ്ങനെ പഠിക്കാൻ പോകും. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ പാരന്റ്സ് അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കാൻ പോകും. കാനഡ ഇല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേറെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇതാ ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇപ്പം ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ആ രീതിയിൽ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ഒരെണ്ണം വളരെ വൈകാതെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇന്ത്യക്കുള്ളിൽ. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കാനഡയ്ക്ക് ഉണ്ടായ തിരിച്ചടി ഇത് വർഷം ഇങ്ങനെ കൂടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുള്ളിൽ കാനഡ ഗവൺമെന്റ് അവിടുത്തെ സർക്കാർ ഇലക്ഷൻ നടത്തി പുതിയ ആ ഒരു പിയർ പൊലിവർ എന്ന് പറഞ്ഞ പുതിയ പ്രൈം മിനിസ്റ്റർ ഭരണത്തിൽ വന്ന് എന്തെങ്കിലും നല്ല രീതിയിൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സ്റ്റുഡൻസ് അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതേപോലെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു നോ ഷോ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഇതേ കാനഡയിലെ ആ ഒരു ഭരണകൂടം, ട്രൂഡോയുടെ ഒരു പാളിച്ചയാണ് ഈ ഒരു വീഴ്ചയ്ക്ക്, ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഒരു വീഴ്ചയ്ക്ക് കാരണം. ഇപ്പൊ സ്റ്റുഡൻസ് വന്നില്ല എന്ന് വെച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഇവർ മുന്നോട്ട് പോകണ്ടേ? അവർക്ക് സ്റ്റുഡൻസ് കൊടുക്കുന്ന ഒരു ഫീസ് അല്ലേ, ആ ഫീസ് കൊണ്ടാണല്ലോ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അടച്ചുപൂട്ട് തന്നെ, വേറെ എന്ത് പരിപാടി? അടച്ചുപൂട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അടുത്ത് ഇത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയെ ബാധിക്കും. ഇത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയെ ഇത് ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യും. എങ്ങനെയാണിത്? ഈ കുട്ടികൾ പോയി വാടകയ്ക്ക് റൂം എടുത്ത് താമസിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ 20,000 പേര് അല്ലെങ്കിൽ ഈ 50,000 പേരിന്റെ ഷോർട്ടേജ് അവിടെ വരുമ്പോഴത്തേക്കും അത്രയും പിന്നെ താമസ സ്ഥലങ്ങൾ ഒഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി സപ്ലൈ കൂടുന്നുണ്ട്. സപ്ലൈ കൂടി കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് കുറയും, ഡിമാൻഡ് കുറയാണ്. ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസും കുറയും. അതാണ് സംഭവിക്കുന്നത്. ഡിമാൻഡ് കൂടുമ്പോഴാണ് പ്രൈസ് കൂടുന്നത്. ഇപ്പൊ ഡിമാൻഡ് കുറയും, വാല്യൂ കുറയും.
അത് ഇപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതൊരു അൺസർട്ടനിറ്റി അവിടെ ഉണ്ടാക്കും, ഒരു എക്കണോമിക് ചേഞ്ച് അവിടെ ഉണ്ടാക്കും. എന്തായാലും ഇന്ത്യക്ക് ഇട്ട് പണിയാൻ തുടങ്ങുന്ന ആൾക്കാരെല്ലാം ഓരോന്നായിട്ട് ഇപ്പൊ ചരിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.